2-3 തവണ ഞാൻ അവനെ ഇവിടുന്ന് കൊണ്ടുപോവാൻ നോക്കിയതാ. അവരോരോ കാരണം പറയും, സമ്മതിക്കൂല. അതെന്ത് കാരണ പറയുന്നത്? നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നമ്മളല്ലേ തീരുമാനിക്കുന്നത്? അതൊക്കെ ശരിയാ മോളെ. ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചിക്ക് തൃപ്തി ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ഒരു കാരണവശാലും അവനെ നിർത്തരുത്. രാധിക ചേച്ചി, എന്റെ വീടിന്റെ അടുത്തേ ആന്റിയെ പോലെ ഒരു ചേച്ചിയുണ്ട്, രാധിക ചേച്ചി. മോന്റെ വീട് എവിടെയാ? അതൊരു അമ്പലത്തിന്റെ അടുത്താ, കൃഷ്ണന്റെ അമ്പലം. ആ അമ്പലത്തിലെ പൂജാരിയുടെ മോളാ രാധിക ചേച്ചി. ആ, ദേവനാരായണൻ തിരുമേനിയുടെ. രാധിക ചേച്ചി മോനെ ശരിക്കും അറിയോ? അറിയാം, ശരിക്കും അറിയാം. നമ്മുടെ തൊട്ടടുത്താ. എന്നെ കാണാൻ എന്റെ അമ്മ വരുമ്പോഴേ ഞാൻ അമ്മയോട് പറയാം, രാധിക ചേച്ചിയെ പോലെ ഒരു ആന്റി ഇവിടെ ഉണ്ടെന്ന്. ദൈവമേ, മോന്റെ അമ്മ എപ്പോഴാ വരിക? അതറിഞ്ഞൂടാ, എപ്പോഴെങ്കിലും വരും. ഞാൻ പോട്ടെ, അല്ലെങ്കിൽ അയാള് വന്നെന്നെ തല്ലും. മോന്റെ അമ്മ വരുമ്പോ മോൻ പറയണേ. ആ, പറയാം. ആ, എടുത്തേ, ആ മോനെ ദൈവം എത്തിച്ചതാ നമ്മുടെ മുമ്പിൽ. അവൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കോ? ദേവനാരായണൻ തിരുമേനിയെ കുറിച്ച് പറഞ്ഞില്ലേ? രാധികയെ കുറിച്ച് പറഞ്ഞില്ലേ? കൃഷ്ണക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞില്ലേ? പക്ഷെ അവന്റെ നാടേതാണെന്ന് ചോദിച്ചപ്പോ അവന് ഓർമ്മയില്ലല്ലോ. അത് ചിലപ്പോ അവന്റെ അസുഖത്തിന്റെ ആയിരിക്കും. അവന്റെ അമ്മ വരുമ്പോ അവൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവന്റെ അമ്മയായിരിക്കും നമുക്ക് പുറത്തേക്കുള്ള വഴി കാണിക്കുന്നത്. ശരിയാ ശ്യാമേ, അവര് കാണുവാണെങ്കിൽ രാധികയോടോ വരുണോടോ നമുക്ക് വിവരം അറിയിക്കാൻ പറ്റും. അവര് വന്ന് രക്ഷിച്ചോളും നമ്മളെ. ഈശ്വര, വീണ്ടും പ്രതീക്ഷകൾ തന്നു തുടങ്ങിയല്ലോ. എന്താടോ നേരം പോയ അതിനെങ്ങനെയാ? രാത്രി മനസ്സമാനത്തോടെ ഉറങ്ങിയാലല്ലേ? ഞാൻ ഉറങ്ങിയല്ലോ. ഞാൻ വിളിച്ച് ഉണർത്താഞ്ഞിട്ടാ. എന്തൊക്കെ ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞതും കാണിച്ചോന്ന് അറിയോ? ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ? ഞാനും വരാം. വേണ്ട, വൻ കുറച്ചുകൂടി ആ വേണ്ട, താൻ ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോഴേ ഞാൻ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ ഉറങ്ങിക്കോളാം. ചെല്ല്. ഇതാരാ ഈ നേരത്ത്? എന്താ ചേച്ചി? ഒന്നുമില്ല മോളെ, ഞാൻ നേരത്തെ വന്നേ ഉള്ളൂ. എനിക്കിന്ന് നേരത്തെ പോണം. ആ, അത് കൊള്ളാം. നേരത്തെ പോണെങ്കിൽ അത് പറഞ്ഞാ പോരെ. അതിനെന്തിനാ നേരത്തെ ഇറങ്ങുന്നത്? അയ്യോ, അത് ശരിയാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്താല് സമാധാനത്തോടെ എങ്ങ് പോവാലോ. വാ. ശരി. വാ. ചേച്ചി, തേങ്ങ തിരുമിക്കോ, ബാക്കി പണി ഞാൻ ചെയ്യാം. ശരി മോളെ.
എവിടെയെങ്കിലും ദൂരേക്ക് പോവാണോ? മോളെ, ഞാൻ എന്റെ ബിച്ചുമോനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സുഖമില്ലാത്ത. ആ പറഞ്ഞു. മോൻ ഏതൊരു ഹോസ്പിറ്റലിലല്ലേ? മാസത്തിൽ ഒരിക്കലാ അവിടെ പോവാൻ പറ്റുക. ഇന്ന് പോവേണ്ട ദിവസാ. അവിടെ കൊടുക്കേണ്ട കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ, ഓ, എത്രയാ അവിടെ കൊടുക്കേണ്ടത്? ഇല്ല മോളെ, കൊറേ എന്റെ കയ്യിലുണ്ട്. ഒരു ഇത്തിരി കുറവേ ഉള്ളൂ. ആ, അല്ല, അത് കുഴപ്പമില്ല. എത്രയാണെന്ന് വെച്ചാ ഞാൻ തന്നേക്കാം. നന്നായി മോളെ. മോന്റെ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഡോക്ടർമാരെന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെയൊന്നും ഇല്ല സാറേ. സത്യം പറഞ്ഞ നിവൃത്തികേടുകൊണ്ടാ അവനെ ആ ഹോസ്പിറ്റലിൽ വിടുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഒരു വല്ലാത്ത പെരുമാറ്റം അവരുടെ. എന്തോ അവരുടെ ഔദാര്യത്തിന് നമ്മൾ കാത്തു നിൽക്കുന്ന പോലെ. 2-3 തവണ ഞാൻ അവനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയതാ. അവരോരോ കാരണം പറയും, സമ്മതിക്കൂല. അതെന്ത് കാരണ പറയുന്നത്? നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നമ്മളല്ലേ തീരുമാനിക്കുന്നത്? അതൊക്കെ ശരിയാ മോളെ. ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചിക്ക് തൃപ്തി ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ഒരു കാരണവശാലും അവനെ നിർത്തരുത്. അതിനിപ്പോൾ അത്യാവശ്യം ബഹളം വെക്കണമെങ്കിലും ശരി, അവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകുന്നേ പറ്റൂ. എനിക്ക് അവിടെ നിർത്താൻ ഒരു താല്പര്യമില്ല സാറേ. ഒരു മാറ്റവും ഇല്ല അവന്. അവനെല്ലാവരോടും നല്ല സ്നേഹവും പെരുമാറ്റവും ഒക്കെയാ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവന്റെ നിയന്ത്രണം വിട്ടുപോകുന്നത്. ഇത് പക്ഷേ ജയിലിലിട്ടിരിക്കുന്നത് പോലെയാ. വരുൺ, ഞാൻ ചേച്ചിയുടെ കൂടെ അവിടെ നിന്ന് പോട്ടെ. എന്താ അവസ്ഥയെന്നറിയാലോ. അല്ല, പോകാറാകുമ്പോഴേക്കും പണിക്ക് തീരുമോ? അത് സാരമില്ല, കുറച്ച് നേരത്തെ ഇറങ്ങണം. തീർത്തിട്ട് പോയിട്ട് വരാം. ആ, എങ്കിൽ നന്നായി. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോ രാവിലത്തെ ഭക്ഷണം കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ. എന്താ ചേച്ചി? ആയിക്കോട്ടെ മോളെ, ഞാനും പെട്ടെന്ന് പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ.